ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടിരുന്നു. ഭയങ്കരമായ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല, പക്ഷേ ഭയങ്കര കുരുവും കാര്യങ്ങളൊക്കെ വന്ന് പണി കിട്ടിയിട്ട് അത് ഞാൻ ഒന്ന് ബാക്ക് ടു നോർമൽ. ഇപ്പോഴും പിമ്പിൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും പണ്ടത്തെ പോലെ അത്ര ഇല്ല. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെ ശീലമാവും. അപ്പൊ എനിക്ക് അങ്ങനെ ഞാനിത് ഭയങ്കര ഓവർ ഹൈപ്പ് ചെയ്തൊന്നും പറയുകയല്ല. നിങ്ങളുടെ സ്കിന്നിന് കുരുവൊന്നും വരാതെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നിർത്താം. അത് എങ്ങനെയാണ് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എൻ്റെ ഈ ഒരു ജേർണിയിൽ ഞാൻ നോക്കിയ കുറച്ച് കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ റീസെന്റ് ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ആ കമന്റ്സും കൂടെ ഒന്ന് കാണാം. അതിൽ ഞാൻ ഒരു ഫേസ് വാഷ്, 2 ഓയിൽമെന്റ് അതിനെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. എല്ലാവരുടെ സ്കിൻ ടൈപ്പ് സെയിം ആയിരിക്കത്തില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. ഓയിലി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ എവിടെയെങ്കിലും റെഡി ആയിട്ട് പോയാൽ ഉച്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ എണ്ണയ്ക്കകത്ത് മുങ്ങിയ പോലെ ഇരിക്കും നിങ്ങളുടെ മുഖം. സംഭവം എല്ലാവരും പറയും അടിപൊളി ഓയിലി സ്കിന്ന്, കാരണം നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് റിങ്കിൾസ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട്. എന്നാൽ പോലും ഒരു നൂൽപ്പാലത്തെ കൂടെ പോകുന്ന അവസ്ഥയാണിത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണ മുങ്ങിപ്പോകുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് കോളറാവും. എൻ്റെ ഫേസിൽ തന്നെ ഒരുപാട് പിമ്പിൾ വന്നതിൻ്റെ സ്കാറും പിന്നെ ഇഷ്ടം പോലെ കുഴിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുഴിയൊന്നും മാറൂല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എന്റെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ഏത് വീഡിയോ നോക്കിയിട്ടാണ് ഈ കമന്റ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ ഇപ്പൊ ഐക്കാർട്ടിൽ വരും. എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ചെറിയ വീഡിയോ. അത് അധികാരത്തിൽ എത്തിയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. ഇതിനകത്ത് പഠിപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, അതെന്നറിയില്ല. എന്റെയും ഭയങ്കര ഓയിലിയാണ്. ഒരു നല്ല മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ പറഞ്ഞു തരുമോ പ്ലീസ്? അഫോർഡബിൾ. ഞാനും അഫോർഡബിൾ ആയിരുന്നു നോക്കിയത്. എനിക്കുണ്ടല്ലോ, ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കുമായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും ഈ ഒരു ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കണ്ടേ. ഒരു സാധനവും ചേർത്തില്ല. അത്രയ്ക്ക് നല്ലൊരു സ്കിന്നായത്. സോ ഒരു സത്യം പറയുകയാണെങ്കിൽ പല ബ്രാൻഡും ഓയിൽ ഫ്രീ എന്ന് പറഞ്ഞു കിടക്കുന്ന പ്രോഡക്റ്റ് എനിക്ക് വർക്കായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഓയിലി സ്കിന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ഇതുവരെ, അത് ഞാൻ എക്സാമ്പിൾ പറയണേ, മാമാർത്തിന്റെ ഒരു ആപ്പിൾ സിഡർ വിനീഗർ ഹൈപ്പുള്ള സാധനം. എനിക്ക് മുഖം ഒന്നുകൂടെ ഓയിലി ആയതുപോലെ തോന്നി. ഞാൻ പണ്ട് കുറെ ബോധമില്ലാതൊക്കെ ഓരോന്നൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ അത് യൂസ് ചെയ്തിട്ട് ഓയിലി കൂടുന്നതെന്ന് കണ്ടിട്ട് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ബുദ്ധി ആയിരുന്നു എനിക്ക്. പിന്നെ രണ്ടാമതൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു, ഒരു ഡോട്ട്&കെയുടെ വിറ്റാമിൻ സി. അത് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഫ്രഷ് ലുക്ക് വരും. നമ്മളൊരു ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ഒരു ഫ്രഷ് ലുക്ക് വരും. അപ്പൊ ഞാൻ ഇതിടുമായിരുന്നു. അപ്പോൾ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഓയിലി ആയിട്ട് കുരു വരുമായിരുന്നു. അപ്പോഴും എനിക്കറിയത്തില്ല ഈ സാധനം എനിക്ക് പണി തരും. അങ്ങനെ അതൊക്കെ ഞാൻ നിർത്തി. അങ്ങനെ ഞാൻ കുറെ കണ്ടുപിടിച്ച് ഞാൻ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വലിയ കുഴപ്പമില്ല, എന്നാൽ എനിക്ക് വലിയ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓറഞ്ച് ജെല്ല്, ഗുഡ് വൈബ്സിന്റെ ഓറഞ്ച് ജെൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കുപ്പി, അതിൻ്റെ അകത്തൊരു ജെല്ല്. നമുക്ക് എപ്പോഴും ഓയിലി സ്കിന്നിന് ജെൽ ടൈപ്പ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്യാൻ. നോൺ കോമഡോജനിക് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഓപ്പൺ പോഴ്സ് ഉള്ളവരായിരിക്കും ഓയിലി സ്കിന്നുകാർ. സോ ഓപ്പൺ പോഴ്സിൽ കൂടെ നമ്മുടെ ഒരു എന്താ ഈ സ്വെറ്റും കാര്യങ്ങളും ഒക്കെ പുറത്ത് പോകുമല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനത്തെ നോൺ കോമഡോജനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സ് ക്ലോഗ് ചെയ്യാം, പോഴ്സ് അടഞ്ഞു പോകാതിരിക്കാൻ പറ്റുന്ന പ്രത്യേകം പ്രോഡക്ട്സ് ഉണ്ട്. അത് നമ്മൾ മറ്റേ ആ ഒരു ഇതിൽ നോക്കിയാൽ മതി. അങ്ങനെയുള്ള പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്യാൻ. ഇത് രണ്ടും നോൺ കോമഡോജനിക്കാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് വലിയ സീൻ ഉണ്ടായില്ല യൂസ് ചെയ്തപ്പോൾ. ഇത് മറ്റുള്ളവർ ഒത്തിരി പേരൊന്നും റിവ്യൂ ചെയ്യാത്ത സാധനമാണ്. ഞാൻ എൻ്റെ ചാനലിൽ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ ഓറഞ്ച് ജെല്ല് എനിക്ക് അത്യാവശ്യം വർക്ക് ആയതാണ്. പിന്നെ തുടക്ക സമയത്തുണ്ടല്ലോ എൻ്റെ ഫേസിലെ പാടുകളൊക്കെ ഒന്ന് ഡിം ആവുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക്. ഒരു 200 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. ചിലപ്പോൾ ഓഫർ കിട്ടും. പർപ്പിളിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ, പർപ്പിളും ആമസോണിലും ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലിപ്കാർട്ട് അത് നിർത്തിയെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ ഒരു 10-30 മറ്റേ പാത്രമൊന്നും അല്ല അത് എടുത്തേക്കുന്നത്. ഞാൻ ഒത്തിരി മേടിച്ചിട്ടുണ്ട്. ഞാനൊരു 4-5 വർഷമായിട്ട്, ഒരു 3-4 വർഷമായിട്ട് ഞാൻ അത് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ജോലി കിട്ടി, ഞാൻ ഏൺ ചെയ്ത് തുടങ്ങി, ഞാൻ കാശ്മീർ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഗുഡ് വൈബ്സിന്റെ ആ ഒരു പ്രൊഡക്റ്റാണ് കുറേ മേടിച്ചിട്ടുണ്ട്. അതൊന്നും കാണിക്കാൻ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. പിന്നെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിന്റെ മാറ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് ശരി വിലയുണ്ട്. പക്ഷെ വില കുറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുഖത്തിന് പണിയുണ്ട്. അത് കാരണം പിന്നെ സൺസ്ക്രീൻ ഓൾറെഡി കുറച്ച് പ്രൈസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആവുന്നത് യൂസ് ചെയ്തോ. പക്ഷെ എനിക്ക് ഒരു സൺസ്ക്രീൻ അങ്ങനെ പിടിക്കാറില്ല. അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇത് ജെല്ലാണ്, നോൺ കോമഡോജനിക് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്ര നല്ല സ്മെല്ലൊന്നും അല്ല,
ഒരു മൈൽഡ് സ്മെല്ലാണ്. എന്നാൽ ആ സ്മെല്ല് വലിയ ഗുണമൊന്നുമില്ല. ഒരു ജെൽ ടൈപ്പാണ്. അത് യൂസ് ചെയ്തുള്ള എനിക്കൊരു നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഇടുവാണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പോൾ അത് കണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് പോയാൽ അടിപൊളിയാണ്. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ ഓയിലി ആക്കുന്ന പോലെ എനിക്ക് കുരു വരും, എനിക്ക് പണി തരുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കത് ഓക്കെ ആയത്. ആരും ഇത് ഭയങ്കര നെഗറ്റീവാണ്. ഇത് മറ്റുള്ള കുറേ യൂട്യൂബേഴ്സ് ഇതിന്റെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സാധനം എന്തിനാ ഇത്ര നെഗറ്റീവ് റിവ്യൂ പറയുന്നത്. എനിക്കത് യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 90 രൂപയുടെ ട്യൂബ് മേടിക്കാൻ കിട്ടും മറ്റേ കടയിൽ. അതൊന്ന് യൂസ് ചെയ്ത് നോക്ക്. എന്നിട്ട് അത് വർക്ക് ആവുകയാണെങ്കിൽ എല്ലാ സൈറ്റിലും ഉണ്ട്. നിങ്ങൾ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ചോദിക്കരുത്. മുൾട്ടാണി മിട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് മാറുമോ എന്ന് ശ്രുതി ആര്യശ്രീ എന്ന് പറഞ്ഞ അക്കൗണ്ട്. മുൾട്ടാണി മിട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കേട്ടേക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പൊ സ്കിന്നൊരു പൊടിക്ക് ഡ്രൈ ആവും. മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം ആഫ്റ്റർ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം. ഞാൻ കേട്ടേക്കുന്നത് മുൾട്ടാണി മിട്ടിയും റോസ് വാട്ടറോടെ മിക്സ് ചെയ്ത് തേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല, ഓക്കെയാണ്. ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. പക്ഷെ കുരു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുരു വരുന്നതിന് ഒത്തിരി റീസൺ ഉണ്ടാവും. ചിലപ്പോൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കുരു വരുന്നത്. ഓൾറെഡി ഓയിലി സ്കിന്നാണ്, അപ്പോൾ കുറച്ചുകൂടി ഓയിലി ആവുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ മുഖത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുരു. അപ്പോൾ ഒന്ന് നോക്കുക. എന്തെങ്കിലും പ്രോഡക്ട്സ് പണി തരുന്നതാണെങ്കിൽ ഒന്ന് കുറയ്ക്കുക, നിർത്തിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്. അതാണ് ഞാൻ പറയുന്നത്. ഹോർമോണൽ ആക്നൈസ് ഉണ്ട്. ഹോർമോണൽ ആക്നൈസ് അതാകുമ്പോൾ ഇവിടെ വരും. എനിക്ക് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഈ PCOD അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹോർമോണൽ ആക്നെ വരും. അപ്പോൾ നിങ്ങളെ എത്ര ഓയിൽമെന്റ് എന്ത് തേച്ചെന്ന് പറഞ്ഞാലും പോവില്ല. ഡോക്ടറെ പോയി കാണണം. PCODക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം, എന്നാലും ഇത് പോകും. പിന്നെ ഇവിടെ വരുന്നത് താരൻ കാരണം വരുന്ന. എനിക്ക് താരനുണ്ട്, കുറെ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്യുക, മാറ്റാൻ നോക്കുക. എന്തെങ്കിലും പ്രോഡക്റ്റ് അറിയാമെങ്കിൽ പറയൂ. ഞാൻ മറ്റേ സ്കാൽപ്പാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ ഒരു ഷാമ്പു ഉണ്ടല്ലോ, അതാ യൂസ് ചെയ്യും. അങ്ങനെ വരാം. അങ്ങനെ ഓരോ കാരണങ്ങൾ. ഫുഡിന്റെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. ചിലവർക്ക് പാലിന്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുരു വരുന്നെന്ന് പറയുന്നേക്കാം. അപ്പൊ നിങ്ങൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. നിങ്ങൾ ഓയിലി സ്കിന്നുകാര് ഫുഡിൽ ഓയിൽ കണ്ടന്റ് വരുന്ന ഫുഡ് അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. ഷുഗർ ഒന്ന് കട്ട് ചെയ്ത് നോക്കും. പറ്റുമെന്നറിയില്ല, നിങ്ങൾക്ക് പറ്റുമെന്നറിയില്ല. ഞാനിടയ്ക്ക് നോക്കുമായിരുന്നു. മധുരം കഴിക്കുന്നവർക്ക് ഒരു പാടാണ്, എന്നാലും കുറയ്ക്കുക, അളവൊന്ന് കുറച്ച് നോക്കും. അത് ചിലപ്പോൾ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു പരിധി വരെ കുറയും. ഓയിലി സ്കിന്നിന്റെ ഏറ്റവും വലിയൊരു ചില ആൾക്കാരുടെ ധാരണയാണ് ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ വേണ്ടെന്ന്. ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ വേണം. ചിലവർ 2-3 പ്രാവശ്യമൊക്കെ മുഖം കഴുകും. മറ്റേ ഫേസ് വാഷ് ഇട്ടിട്ട് ചെയ്യരുത്. 2 നേരം, ഒരു ദിവസം 2 നേരം. അത് 2 നേരം ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കുറയും. അപ്പോൾ സ്കിൻ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഓയിലി സ്കിന്ന് ഡബിൾ ഓയിലി ആവാനുള്ളതായിരിക്കും. അതാ ശ്രദ്ധിക്കേണ്ടത്. പ്രോഡക്റ്റ് എടുക്കുന്നതൊക്കെ ജെൽ ടൈപ്പ് ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നോൺ കോമഡജനിക് ആയിരിക്കണം. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും. ഞാനാണെങ്കിൽ അരച്ചിടാത്ത സാധനങ്ങളില്ല. എനിക്കാണെങ്കിൽ ഒരു സമയത്ത് ഭ്രാന്തായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കാം. എനിക്ക് കുരു വന്നു. എന്നാലും ഒന്ന് വൃത്തിയാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കുരുവൊക്കെ പൊട്ടി നീറ് വന്നിട്ട്. അതൊരു വല്ലാത്തൊരു ഇതാണ്. വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ല. നിങ്ങളും സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ തമ്മയിലുണ്ടാക്കാം. ഇന്നൊരു ദിവസം കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം വന്നിട്ട് പറക്കും, മറ്റേ വെട്ടിത്തിളങ്ങും ടൈല് പോലെ. ഞാൻ ഓരോ തമ്മയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അതല്ല, നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെക്കാം. വെട്ടിത്തിളങ്ങുന്ന സ്കിന്നില്ലെങ്കിലും കുറച്ച് കുരുവൊക്കെ കുറഞ്ഞ് ഇച്ചിരി വൃത്തിയും മെനയുള്ള സ്കിന്നാക്കി കിട്ടുമല്ലോ, അത് മതി. കണ്ടത് ഇവിടെയൊക്കെ നല്ലപോലെ പാടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഇൻഫർമേഷൻസ്. ഇനി ആ ഒരു വീഡിയോയിൽ ഇതേം കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ഇട്ടോളൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഡൗട്ടൊക്കെയാണ് ഞാൻ തീർത്ത് തരാം. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം പിമ്പിൾസ് ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് ഇതൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അവർ കുറച്ച് ഈ ജനറൽ നോളജ് ഒക്കെ അവർക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും നല്ല നല്ല കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ്.